നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഗംഗയ്ക്കും വിനീതിനുള്ള മണിയറയൊക്കെ കാവേരി എല്ലാരും കൂടെ ചേർന്ന് റെഡിയാക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അച്ഛമ്മ വരുമ്പോ വിനീതിനും ഇവനും കൂടെ ഭയങ്കര സംസാരമാ. അച്ഛമ്മ വന്നിട്ട് വിനീതിനോട് പറഞ്ഞു, എടാ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? പോവണ്ടെന്ന് ചോദിച്ചു. എങ്ങോട്ടാ അമ്മയെന്ന് ചോദിച്ചു. അത് മുറിയിലേക്ക് പോകണ്ടേ? ഓ അത് എന്നും പറഞ്ഞോണ്ട് നിവിൻ വിനീതിനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. അപ്പോഴേക്കും രാധം പറഞ്ഞു, അതെ എഴുന്നേറ്റ് വന്നേ മുറിയിലേക്ക് പോകാൻ പറഞ്ഞു. ഏത് മുറിയിലേക്ക് അമ്മമ്മേന്ന് ചോദിച്ചു. എടാ ഇങ്ങോട്ട് വാ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ഹോം സ്റ്റേയില് രണ്ട് മുറി ഉണ്ടായിരുന്നു ഹോം സ്റ്റേക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നത്. അപ്പൊ അതിൽ ഒരു മുറിയാണ് മണിയറയിലേക്ക് വേണ്ടിയിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ആ മുറിയിലേക്ക് വിനീതിനെ പിടിച്ചോണ്ട് പോവാ. വിനീതിന് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ദൈവമേ എന്താവോ ഏതാണെന്നും അറിയത്തില്ല. കാരണം ഗംഗയ്ക്ക് തന്നെ ഇഷ്ടമാണോന്ന് പോലും ഇപ്പോഴും അറിയത്തില്ല. ആ ഒരു ടെൻഷൻ വിനീതന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വിനീതനെ കൊണ്ടേ മുറിയിലാക്കിയിട്ട് രാധമേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വിനീത് അവിടെ നിന്ന് നിവിനെ വിളിക്കൊണ്ടേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. നിവിൻ ചെന്ന് കഴിഞ്ഞപ്പോ വിനീത് പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. എന്ത്? എടാ അത് പിന്നെ നീ കൂടുതലൊന്നും കളിക്കണ്ട. പിന്നെ പേടി നിനക്ക്. എടാ ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് എത്ര നാളുകളായടാ നീ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് വേണം എന്നോട് ഇതൊക്കെ പറയാൻ. ദേ ഞാൻ പോവാ. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെന്ന് നിന്റെ അച്ഛമ്മ കണ്ടിട്ടുണ്ടെങ്കിലേ എന്നെ പിടിച്ച് ചീത്ത പറയുമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് പോയേക്കോന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോന്നു. വിനീത് ആകെപ്പാടെ ടെൻഷനോടെ ഇരിക്കുവാണ്. ഈ സമയത്ത് ഗംഗയാണെങ്കിൽ നല്ല ടെൻഷനോട് കൂടിയിട്ടാ മുറിയിലിരുന്നേ. അപ്പോഴത്തേനും യമിനെയും നിലയും കൂടെ അങ്ങോട്ട് വന്നു. നില വന്നിട്ട് ചോദിച്ചു, അല്ല ഗംഗേച്ചി എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. എന്ത് പറ്റി? ഗംഗേച്ചിന് മുഖത്ത് ആകെപ്പാടെ ഒരു സങ്കടമാണല്ലോ എന്ന് പറഞ്ഞു. ഒന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് രാധമ്മ എങ്ങോട്ടേക്ക് വരുന്നത്. രാധമ്മ വന്നിട്ട് ഞാഹാ ഇവിടെ ഇരിക്കണോ? മുറിയിലേക്ക് പോകണ്ടേന്ന് ചോദിച്ചു. മുറിയിലേക്ക് പോകാനോ? ഏത് മുറിയിലേക്ക്? അല്ല കിടക്കാൻ പോകാനായിട്ട്. അതിന് ഗംഗേച്ചി എല്ലാ ദിവസവും ഇവിടെയല്ലേ കിടക്കണേ, പിന്നെ ഏത് മുറി പോയി കിടക്കാനാന്ന് ചോദിച്ചു. രാധമ്മ പറഞ്ഞു, അതെ ഇന്ന് മുതലേ നിന്റെ ഗംഗേച്ചി ഇവിടെ അല്ല കിടക്കുന്നത്, വേറെ മുറിയിലാന്ന് പറഞ്ഞു. അതെന്തിനാ ഗംഗേച്ചി വേറെ മുറി കിടക്കുന്നത്? ഇവിടെ കിടന്നാ മതി. അത് കേട്ടപ്പോ യമുന പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നീളനെ വഴക്ക് പറയണം. ഈ സമയം രാധമ്മ ഗംഗയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നീള ചോദിച്ചു, അതെന്തിനാ ഗംഗേച്ചിയും കൂട്ടിക്കൊണ്ട് അച്ഛമ്മ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. അതെ കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ വിനീതേന്റെ മുറിയിലാ ഗംഗേച്ചി കിടക്കുന്നത്. ആഹാ ഇത് കൊള്ളാം. ഗംഗേച്ചിക്ക് ഇവിടെ വന്നാ കിടന്നാ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അതെ കല്യാണം കഴിയുമ്പോ അങ്ങനെയൊക്കെയാ. അപ്പം ഇനിയിപ്പം യമുനേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും യമുനേച്ചി ഇങ്ങനെ മുറിന്ന് പോകുമെന്ന് ചോദിച്ചു. അതെ ഞാനും മുറിയുന്നു. അപ്പൊ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ എന്റെ കല്യാണം എപ്പോഴാ നടക്കണമെന്ന് ചോദിച്ചു. ഓ അപ്പൊ നിനക്ക് കെട്ടാൻ ധൃതിയായോ? അല്ല എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്ന് ചോദിച്ചു. അതെ ഇപ്പോഴൊന്നുമില്ല, കുറെ വർഷം കഴിയണം, പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി നിന്റെ കല്യാണം എന്ന് പറഞ്ഞു. ഓ അവൾക്കാണെങ്കിൽ കെട്ടാൻ ധൃതി ആയതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു യമുന കളിയാക്കുവാണ്. നീള പറഞ്ഞു, ഒന്ന് പോയി ചേച്ചി അവിടുന്ന്. ഈ സമയത്ത് ശാരദ പാലൊക്കെ കൊണ്ടുവന്ന് ഗംഗടയിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശാരദ രാധമ്മ വരലൊക്കെ ചേർന്നിട്ട് ആ ഗംഗയെ കൊണ്ട് മുറിയിലാക്കുവാണ്. ഗംഗയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഗംഗയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു. ഇങ്ങനെ ഒരു ദിവസം താൻ ഒരിക്കലും ചിന്തിച്ചത് പോലുമില്ല. അച്ഛനുണ്ടായിരുന്ന സമയത്ത് വിനീതേട്ടനെ വേണ്ടെന്ന് പറഞ്ഞ ഒടുവില് വിനീതേട്ടന്റെ ജീവിതത്തിലേക്ക് തന്നെ താൻ കടന്നു വന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഗംഗയുടെ മനസ്സിൽ. അങ്ങനെ അതൊക്കെ ഓർത്തുകൊണ്ടാണ് മുറിയിലേക്ക് ചെല്ലുന്നത്. പിന്നീട് മുറിയിലേക്ക് വന്ന് പാൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഗംഗയാണ് നിൽക്കുമ്പോഴത്തേനും വിനീത് പറഞ്ഞു, വാ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞു. ഗംഗയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ടെൻഷനാണ് വിനീതിന്. കാരണം ഗംഗയുടെ മനസ്സെന്താ എങ്ങനെയാണെന്നും അറിയത്തില്ല, അവൾക്ക് തന്നെ ഇഷ്ടമാണോന്ന് പോലും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിനീതിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയം ശാരദയാണെങ്കിൽ ടെൻഷനോട് കൂടിയിട്ട് മുറിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കാവേരി നിൽക്കുന്നുണ്ട്. അപ്പം കാവേരിയോട് പറഞ്ഞു, മോളെ ഗംഗ എന്തേലും പറഞ്ഞായിരുന്നെന്ന് ചോദിച്ചു. എന്ത്? അല്ല അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. ഇനിയിപ്പൊ അവൾക്ക് ഈ വിവാഹത്തിന് എങ്ങാനും ഇഷ്ടമില്ലായിരുന്നോ എന്നൊക്കെ. ഓ ഇപ്പോഴെങ്കിലും അമ്മ ഇത് പറഞ്ഞല്ലോ. അമ്മ ഗംഗേച്ചിയോട് ചോദിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അത് ഞാൻ എങ്ങനെയാ ചോദിക്കുന്നേ? അതെ എങ്കിൽ പിന്നെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, താലികെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് സമയത്താണ് ഇതൊക്കെ പറയണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശാരദ പറഞ്ഞു, ഇതേ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. അതെ അമ്മ ഇനി കൂടുതലൊന്നും ചോദിക്കാനും പറയാനൊന്നും പോകണ്ട, അവരുടെ ജീവിതം അവര് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴല്ലായിരുന്നു ഗംഗേച്ചയോട് ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കണ്ടേ, അതൊക്കെ മുമ്പ് ചോദിക്കണായിരുന്നു, അമ്മ വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കണായിരുന്നൊക്കെ പറഞ്ഞു. ശാരദയ്ക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഗംഗയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ വിനീതിനോട് പറഞ്ഞു, അതെ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. വിനീത് പറഞ്ഞു കിടന്നോളാൻ പറഞ്ഞു. വിനീത് പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനും പോയില്ല, കാരണം ഗംഗയ്ക്ക് വയ്യല്ലോ. പിന്നീട് വിനീത് ഗംഗയെന്ന് നോക്കി, പാവം
ഒരു പക്ഷേങ്കില് മനസ്സിൽ എന്തായതെന്നും അറിയത്തില്ല. എന്നാലും തന്റെ ജീവിതത്തിലേക്ക് വന്നല്ലോ. ഇനി കുഴപ്പമില്ല, ഇവൾക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ താൻ തയ്യാറാ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വിനീതിന്റെ മനസ്സിലും. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം നിവിന് എഴുന്നേറ്റ് ഹാളിലേക്ക് വരുമ്പോൾ രാജേശ്വരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തലേ രാത്രി രാജേശ്വരിയെ വിളിച്ചിട്ട് ജയപാലൻ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിവിന് അവനാ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പോഴും ആ കാവേരിയുടെ വീട്ടുകാരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാ. അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ രാജേശ്വരിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണല്ലോ. തല രാത്രിയിൽ നിവൻ താമസിച്ചു വന്നോണ്ട് പിന്നെ രാജേശ്വരി കൂടുതൽ എന്നിട്ടൊന്നും ചോദിക്കാതിരുന്നേ. പക്ഷേങ്കില് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേന് നിവിനെ കണ്ടുകഴിഞ്ഞപ്പോ രാജേശ്വരിക്ക് സഹിച്ചില്ല. രാജേശ്വരൻ നിവിനെ വിളിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇന്നലെ നീ എപ്പോഴാ വന്നേന്ന് ചോദിച്ചു. കുറച്ച് ലേറ്റായി. നീ എവിടെ പോയതായിരുന്നു? അത് പിന്നെ അമ്മ ഞാന് സത്യം പറയണേ, നീ എവിടെ പോയതായിരുന്നു ചോദിച്ചു. അമ്മ അത് പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാന്ന് പറഞ്ഞു. ഓ, ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നല്ലേ. അല്ല, ഇന്നലെ ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഒരു കള്ളക്കല്യാണം നടന്നായിരുന്നു. നിനക്ക് അതിനെക്കുറിച്ച് വല്ല മനസ്സറിവ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിവിന് മനസ്സിലായി അങ്കിള് വിളിച്ച് മിക്കവാറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. ഇതെന്താ അമ്മ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? അല്ല, നിനക്ക് ആ കല്യാണത്തെക്കുറിച്ച് വല്ലതും അറിയാമായിരുന്നോന്ന്? അറിയായിരുന്നു. അത് വിനീതിന്റെ ആയിരുന്നു. ഓ, അപ്പൊ നിനക്ക് അറിയായിരുന്നു. അപ്പൊ നീ അവിടെ പോയിട്ടേ ഇല്ല? അത് പിന്നെ അമ്മ, എടാ നിനക്ക് നാണമുണ്ടോ? നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആ കാവേരി അവളുടെ വീട്ടുകാരുമായിട്ട് കൂട്ടുകൂടാൻ പോയേക്കിരുന്ന്. എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ലല്ലേ എന്റെ അമ്മ. അതിന് വിനീതിന്റെ കല്യാണമായിരുന്നില്ലേ? ഓ, വിനീതിന്റെ കല്യാണം. എടാ നിനക്ക് നാണമുണ്ടോ? നീ നാഴേക്ക് 40 വട്ടം ആ കാവേരിയുടെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. നിന്നോട് എത്ര വട്ടം പറഞ്ഞു അങ്ങോട്ടേക്ക് പോവരുതെന്ന്. അമ്മ ഞാൻ അവിടേക്ക് പോയാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലേ. നാട്ടുകാരത് പലതും പറഞ്ഞുണ്ടാക്കും. 4 പെൺകുട്ടികൾ ആ അരവിന്ദന് അറിയാലോ. നീ അവിടെ കയറി ഇറങ്ങിയിട്ട് വേണം നിന്റെ തലയിൽ ഏതെങ്കിലും ഒന്ന് കയറാനായിട്ട്. അപ്പോഴേക്കും നീയും പറഞ്ഞു. ദേമേ, വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഓ, ഇപ്പൊ ഞാൻ പറയുന്ന അനാവശ്യമാണല്ലോ. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. ആ കാവേരിയെ നിനക്കൊരു നോട്ടം ഉണ്ടെന്നറിയാം. അത് നിന്റെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാൽ മതി. അറിയാലോ, ഈ രാജേശ്വരി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല എന്നൊക്കെ പറയാണ്. നീവൻ പറഞ്ഞു. അമ്മയ്ക്ക് വേറെന്തേലും പറയാനുണ്ടോന്ന് ചോദിച്ചു. കൂടുതലൊന്നും പറയാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ആ വീട്ടിലേക്ക് നീ മേലെ പോയേക്കല്. അറിയാലോ, എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യടാന്നൊക്കെ പറഞ്ഞു. നീയും പറഞ്ഞു തലയെ തൊട്ട് സത്യം ചെയ്യണം? അതെ, ആ കാവേരിയുടെ വീട്ടിലേക്ക് നീ പോവില്ല എന്ന് പറഞ്ഞ് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം. എന്റെ അമ്മയ്ക്ക് ഭ്രാന്താണോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ആസിഫ് അങ്ങോട്ട് വന്നു. ആസിഫ് വന്നിട്ട് എന്താടാ പ്രശ്നം എന്താന്ന് ചോദിച്ചു. ഞാൻ കാവേരിയുടെ വീട്ടിൽ പോകുന്നുണ്ട്, അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യണം പോലും അവിടെ പോവില്ലാന്ന്. എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ആസിഫ് പറഞ്ഞു. എടാ അമ്മയല്ലേ, തലയെ തൊട്ട് സത്യം ചെയ്തേരെ, ഒന്ന് പോടാ അവിടുന്ന്. നിനക്ക് അത്ര ഇതൊക്കെ ഇതാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ അങ്ങ് തലയെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു. രാജേശ്വരി പറഞ്ഞു. ഓഹോ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചു. അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കാറുണ്ടല്ലോ, പക്ഷെ ഇത് എന്നെ കൊണ്ട് അനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ ഇത് എന്തിന്റെ ഇതില്ല പറയണേ? അമ്മയ്ക്ക് ഒരു ബുദ്ധിയും ബോധമില്ലേ? ഞാൻ അവിടെ പോയെന്ന് ഓർത്തണ്ട് എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ അമ്മ പറയുന്ന പോലെ തലയത്തോട് സത്യം ചെയ്യാനിരിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. രാജേശ്വരിക്ക് ദേഷ്യമായി. ഇങ്ങോട്ട് വാടാ, നീ പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരുമല്ലോ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എനിക്കറിയാൻ നിന്റെ മനസ്സിലിരിപ്പ് അത് ഈ ജന്മത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത അങ്ങോട്ട് പറയണം. നീവിനാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ വന്നു. ആ സമയത്ത് ശാരദ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ആയിട്ട് രാധമ്മയ്ക്കുള്ള ചായ കൊണ്ട് കൊടുത്തു. പിന്നീട് ഒരു ഗ്ലാസ് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ കാവേരി വരുന്നേ. കാവേരി വന്നിട്ട് ചോദിച്ചു. എനിക്ക് ചായ ഇല്ല അമ്മേന്ന് ചോദിച്ചു. ചായ ഉണ്ട്, ഇത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കാവേരിയും പോയി ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരുമ്പത്തിന് രാധമ്മ ചോദിച്ചു. അല്ല, ഗംഗമോൾ എഴുന്നേറ്റോ? അവൾക്ക് ചായ കൊടുത്തോന്ന് ചോദിച്ചു. ഞാനങ്ങോട്ട് പോയില്ലമ്മേ, എഴുന്നേറ്റ് എഴുതുന്ന അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഗംഗ അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗയെ കണ്ടിഞ്ഞപ്പോ രാധമ്മയെ നോക്കി. എന്നിട്ട് ചോദിച്ചു. മോളെ, ഇന്നലെ രാത്രി കിടന്ന് നന്നായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോ ശാരദ ഇങ്ങനെ രാധമ്മയെ നോക്കണം. എന്താമ്മ ഈ ചോദിക്കണേ? അവൾ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ കാവേരി? പിന്നെ അവളിതും കേട്ടാ ഒന്നുമില്ല, അവൾ ഈ കാര്യത്തിലൊക്കെ PhD എടുത്തു വെക്കുന്ന നിന്നേക്കാളും ഭേദം അവളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശാരദ പറഞ്ഞു. ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി വന്നിട്ട് ചെന്താ രണ്ടുപേരും കൂടെ ഒരു കുശൂഷിപ്പ്. ഒന്നുമില്ലാന്ന് പറഞ്ഞു. എനിക്കറിയാം, എന്നെ കുറിച്ചുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. ആ സമയത്ത് രാധമ്മ അവിടെ നിന്ന് കെങ്കോടിഞ്ഞു. മോളെ, വിനീത് എഴുന്നേറ്റെങ്കിൽ വിനീതിനും കൊണ്ടേ ചായ കൊടുക്കാൻ പറഞ്ഞു. വിനീതന്നെ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് കഴിയുമ്പോൾ വിനീതിനും കൂടെ ചായ കൊണ്ട് കൊടുക്കാനൊക്കെ പറയണം.
ഗംഗയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഗംഗയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഗംഗേച്ചിക്ക്. ഇനി ഗംഗേച്ചിക്ക് ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ല. ഇനിയിപ്പോൾ വിനീതേട്ടന് ഇഷ്ടമില്ലായോ മറ്റോ ഉണ്ടോ എന്നൊക്കെ ഒരു ചിന്ത കാവേരിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.